കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ സ്നേഹം നിറഞ്ഞ എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിലുള്ള സ്നേഹവും വന്ദനവും. ഞാനിന്ന് ദൈവ ആശ്രയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ ഞാനിത് ഈ 4-ാം അധ്യായം വിശ്വസിക്കുന്നത് കൊണ്ടാണ് അബ്രഹാമിന് രക്ഷ കിട്ടിയത്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് വെളിപ്പെടുത്തുവാനായിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ നന്നായിട്ട് കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? കേൾക്കാം. മറ്റേ വായിക്കാം. അബ്രഹാമിന് ദൈവം പ്രസാദിച്ചത് പ്രവർത്തികൾ നിമിത്തമല്ല, വിശ്വാസ നിമിത്തമാണ്. അപ്പൊ പ്രവർത്തികളല്ല ദൈവം നോക്കുന്നത്, വിശ്വാസമാണെന്നാണ് ഈ 1-ാം അധ്യായം മുതൽ പറഞ്ഞു വരുന്ന കാര്യമാണ്. 1-ാം അധ്യായം മുതൽ കർത്താവിന് പറയാനുള്ളത് ദൈവം മനുഷ്യന്റെ പുറമേ ഉള്ളത് അല്ല നോക്കുന്നത്. ദൈവം ഹൃദയത്തെയാണ് നോക്കുന്നത്. ഇത്രയുള്ളതിൻ്റെ അർത്ഥം. എനിക്കത് വിവരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങൾ അങ്ങോട്ട് പോകാതെ ചെറുതായിട്ട് മാത്രം ആ ഭാഗങ്ങളൊന്ന് ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 4-ാം അധ്യായത്തിൽ ഈ അബ്രഹാമിൻ്റെ വിശ്വാസം അത് നീതിയായിട്ട് കണക്കിട്ടു. അപ്പൊ ഇത് പുതിയ നിയമത്തിലുള്ള കാര്യമല്ല. ഇത് ദൈവം വിശ്വസിക്കുന്നവർക്കാണ് രക്ഷ കൊടുക്കുന്നതാണ് ബൈബിൾ പുതിയ നിയമം പഠിപ്പിക്കുന്നത്. ഇത് പൗലോസ് അടിവരയിട്ട് ഉറപ്പിക്കാനാണ് ഇത് പറയുന്നത്. 1-ാം അധ്യായം പറയുന്നത് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നാണ്. അപ്പോൾ സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലക്ഷ്യമില്ല. അത് വിശ്വസിക്കുന്ന ഏവനും ദൈവശക്തിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് 1-ാം അധ്യായം തുടങ്ങുന്നത്. എന്നിട്ട് 1-ാം അധ്യായത്തിൽ എന്താണ് പാപമെന്ന് 18-ാം വാക്യം മുതൽ പറഞ്ഞു വരുന്നുണ്ട്. മനുഷ്യന്റെ സ്വയനീതി, ദൈവത്തെ അറിഞ്ഞു എന്നവൻ പറയുന്നു. എന്നിട്ട് ദൈവത്തെ അറിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ നിരൂപണങ്ങൾ കൊണ്ട്, ബുദ്ധി കൊണ്ട് അവർ വ്യർത്ഥരായിത്തീരുന്നു. എത്ര കഠിനമാണത്! ദൈവം ന്യായം വിധിക്കുമെന്നാണ് 1-ാം അധ്യായം. ദൈവത്തിന്റെ കോപ സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. 2-ാം അധ്യായത്തിലേക്ക് പൗലോസ് ചൂണ്ടിക്കാണിച്ചത് അതല്ല. ഈ ലോകത്തിൽ യഹൂദനെന്ന് പറയുന്നവനോ 2-ാം അധ്യായം 3-ാം അധ്യായം കൂടെ ചേർത്ത് പഠിച്ചെന്നാല് ഒരുത്തരും നീതിമാനില്ലെന്നാണ്. നല്ലത് പ്രവർത്തിക്കുന്ന യഹൂദനും ന്യായപ്രമാണം ഹൃദയത്തിലുള്ള ഉള്ളിൽ നിന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം നയിക്കുന്ന ജാതികൾക്കും രക്ഷയില്ല. നീതീകരണം വരുന്നത് വിശ്വാസത്താലാണെന്ന് തെളിയിക്കുകയാണ്. അതിനെ ഒന്ന് അരക്കിട്ട് ഉറപ്പിക്കാനാണ് ഇവിടെ അബ്രഹാമിനെയും ദാവീദിനെയും കർത്താവിന്റെ ദാസൻ പൗലോസ് കൊണ്ടുവരുന്നു. നമ്മൾ ദാവീദിനെ പറയുന്നത് അതിനല്ല. നമ്മൾ അബ്രഹാമിനെ പറയുന്ന വിശ്വാസത്തിന്റെ നീതീകരണം പഠിപ്പിക്കാനായിട്ടല്ല. നമ്മൾ പറയുന്ന അവർക്ക് കിട്ടിയ അനുഗ്രഹം അതുകൂടെ പറയുന്നുണ്ട്. അതെന്താണെന്നാണ് പറയുന്നത്. അതൊന്ന് പറയാം നിങ്ങൾ. ഞാനിപ്പോൾ വായിച്ച 4-ാം അധ്യായത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 16 മുതൽ ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. അതുകൊണ്ട് കൃപാദാനം എന്ന് പറയേണ്ടതിന് വിശ്വാസത്താലത്രേ അവകാശികളാകുന്ന വാഗ്ദത്ത സകല സന്തതിക്കും ന്യായപ്രമാണമുള്ളവർക്കും മാത്രമല്ല അബ്രഹാമിന്റെ വിശ്വാസമുള്ളവർക്കും ഉറപ്പാകേണ്ടത് തന്നെ. മരിച്ചതിയാക്കണേ, മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനും ഉള്ളതിനും പുറപിടിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചിരിക്കുന്നല്ലോ, നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അന്വേഷിച്ചിരിക്കുന്ന പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ഇതിനെ നമ്മൾ ബുദ്ധിമണ്ഡലത്തിലേക്ക് കയറ്റുകയല്ല ചെയ്യേണ്ടത്. ഇതിനെ നമ്മുടെ ആത്മമണ്ഡലത്തിലേക്ക് പ്രവേശിപ്പിക്കണം. ആശയ്ക്ക് വിരോധമായി അബ്രഹാം ആശയോടെ വിശ്വസിച്ചു. അബ്രഹാമിന് വയസ്സ് ഇപ്പം എത്രയുണ്ട്? വയസ്സ് 99. സാറയ്ക്ക് 90.
ഈ സമയത്ത് 25 വർഷത്തിനുമ്പ് ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് സന്തതിയെ തരും. 12-ാം അധ്യായത്തിൽ ദൈവത്തോട് അബ്രഹാം ചോദിച്ചു, ഇഷ്ടം പോലെ സമ്പത്ത് തന്നു, അവകാശി എൻ്റെ ദാസനായ എലയാസറാണ്, അതുകൊണ്ട് ഇതാണോ എൻ്റെ അനുഗ്രഹം? അല്ല, നിന്റെ ഭാര്യ സാറ നിനക്ക് ഒരു മകനെ പ്രസവിക്കും. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, അബ്രാം എന്നായിരുന്ന പേര് അബ്രാം. അബ്രാം എന്ന പേരിന്റെ അർത്ഥം എന്താ? ഒരു ജാതിയുടെ പിതാവ്. അബ്രഹാം എന്നാക്കാൻ പറഞ്ഞു. ദൈവം പറഞ്ഞ പോലെ അബ്രഹാം പേര് മാറ്റി അബ്രഹാം എന്നാക്കി. നാട്ടുകാർ ചോദിച്ചു, ഒരു കുഞ്ഞു പോയില്ലാത്ത നിനക്ക് ബഹുജാതികളുടെ പിതാവെന്ന് എങ്ങനെയാണ് അർത്ഥം വരുന്നത്, പേര് വരുന്നത്? എൻ്റെ ദൈവം പറഞ്ഞു, ഞാൻ വിശ്വസിച്ചു. എൻ്റെ ദൈവം പറഞ്ഞു, ഞാൻ വിശ്വസിച്ചു. അബ്രഹാം. അവസാനം സാറയ്ക്ക് എങ്ങനെ ദേഷ്യം കയറി. രാജകുമാരിയെ പോലെ സുന്ദരിയായിരുന്ന സാറ പറഞ്ഞു, ഒരു മകനില്ലാതെ, ഒരു കുഞ്ഞില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. നീ എൻ്റെ വേലക്കാരുടെ അടുത്ത് ദാസിയെടുത്തൊന്ന് ചെല്ല്. ഒരു കുഞ്ഞ് ചെന്നു. കിട്ടിയത് വാഗ്ദത്ത സന്തതിയല്ല, ഇസ്മായേലിനെയാണ് കിട്ടിയത്. ഇസ്മായേലിനെ കിട്ടാൻ എളുപ്പമാണോ? ഇസ്മായേലിനെ കിട്ടാൻ ഒരു വാക്ക് സാറ പറഞ്ഞാൽ മതി, അബ്രഹാം ചെന്നാ മതി, കുഞ്ഞ്. അവൾ പിന്നെ വർഷം പ്രസവിച്ചെന്നുള്ളത് ഹാഗാർ. ഇസ്മായേലിനെയാണ് ഇന്ന് പലർക്കും വേണ്ടത്. പെട്ടെന്ന് കിട്ടണം, പെട്ടെന്ന് കിട്ടണം. അതിന്റെ അനുഭവിക്കുകയും ചെയ്യും. ഇസ്മായേലിനെ കിട്ടിയാൽ അവൻ നിനക്കെതിരായിരിക്കും, അവൻ നിന്റെ ശത്രുവായിരിക്കും. ചിലക്കനെ പിടിച്ച് മേടിച്ചില്ലേ നമ്മൾ? പിടിച്ചു വെച്ച് ചെയ്ത് മേടിക്കുന്നില്ലേ? അത് ഇസ്മായേൽ. അത് അവസാനം നിന്നെ കൊണ്ടേ പോകുന്നു. നിന്റെ രക്ഷ നഷ്ടപ്പെടുത്താൻ അത് മതി. അവസാനം സാറയും ഹാഗാറും തമ്മിൽ പ്രശ്നമായി. അബ്രഹാം തലയ്ക്ക് കൈവച്ചു. ഞാൻ നിങ്ങൾ വിവരിക്കുന്നില്ല, നിങ്ങൾ ബൈബിൾ വായിക്കുന്നവരാണല്ലോ, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ വിവരിക്കുന്നില്ല. ഒടുക്കം ഹാഗാറിനെ ഇറക്കി വിടാൻ പറഞ്ഞു. ഇറക്കി വിട്ട്, ഇസ്മായേലിനെ ഇറക്കി വിട്ട്. പക്ഷെ ദൈവം പറഞ്ഞു, നിന്റെ രക്തത്തിൽ നിന്ന് അവനുണ്ടായത്. അനധികൃതമായിട്ടാണെങ്കിലും അങ്ങനെയാണ്. പക്ഷേ ഞാൻ അവരെ വലിയ ജാതിയാണ് തള്ളിക്കളഞ്ഞില്ല. ദൈവം ഭൂമിയിൽ ഉള്ള സമ്പത്ത് അവരെ കൊടുത്തു, നിത്യത അവരവകാശമായിട്ട് കൊടുത്തില്ല. ദൈവം പറഞ്ഞതുപോലെ 99-ാമത്തെ വയസ്സിൽ അബ്രഹാമിന്റെ അടുക്കൽ വന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്രയും പറഞ്ഞത് ഈ ചരിത്രം എന്ന് പറയാനല്ല ഞാൻ വരുന്നത്. അബ്രഹാം വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ എന്ത്, ആരെ, എങ്ങനെ വിശ്വസിച്ചു? എന്നെ ഒന്ന് ശ്രദ്ധിക്കണം ദയവായിട്ട്. ദയവായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എന്താണ് വിശ്വാസം? ദൈവം നല്ലവനാണെന്നും ദൈവത്തെക്കുറിച്ച് ആരോ പറഞ്ഞു കേട്ട ഒരറിവ് വെച്ചുകൊണ്ട് നിങ്ങൾ വിശ്വസിച്ചാൽ മതിയോ? നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങളുടെ ദുഃഖം മാറ്റുന്ന ദൈവമുണ്ട്. വിശ്വസിക്കുന്നെങ്കിൽ ഇത് പറഞ്ഞുകൊണ്ട് നടക്കണം. എങ്ങനെ? ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 1 മുതൽ 15 വരെ വീട്ടിൽ എഴുതി വെക്കണം. എന്നിട്ട് പറയണം, എൻ്റെ കൊട്ടയും ഞാൻ എൻ്റെ മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും, എൻ്റെ ഗർഭഫലം അനുഗ്രഹിക്കപ്പെടും. നീ പറയുന്നത് സംഭവിക്കും. അത് മറ്റേ സുവിശേഷം, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ആ സുവിശേഷങ്ങളല്ല, വേറൊരു സുവിശേഷം. ആ സുവിശേഷം ഈ പറയുന്ന സംഭവിക്കുന്നത്. വേദപുസ്തകം അതിനെ അനുശാസിക്കുന്നില്ല. വേദപുസ്തകം പറയുന്നു, നിന്റെ വായിൽ, നിന്റെ ഹൃദയത്തിൽ ജീവനുമുണ്ട് മരണമുണ്ട്. നിനക്ക് പറയാം. ജീവനും മരണവും നാവിന്റെ അധികാരത്തിലാണ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക, ഞാനൊരു കോടീശ്വരനാകും, ഞാനൊരു കോടീശ്വരനാകും. ഞാൻ അത്രയും പറയുന്നത്, ഞാൻ ലക്ഷാധിപതിയാകും. ഒന്ന് പറഞ്ഞു, ഞാൻ ആരോഗ്യമുള്ളവനാകും. എന്ത് പറഞ്ഞാലാകുമോ? ആരെങ്കിലും ഒന്ന് പറഞ്ഞോണ്ട് ആമേൻ പറയാതെ കേട്ടോ. ഇതിന്റെ പുണ്യാവതാവ് ആരാണെന്നറിയാമോ? ആദ്യത്തെ ആള് തനി ലൂസിഫർ. പോസിറ്റീവ് തിങ്കിങ്ങിന്റെ ആദ്യത്തെ ആള് ലൂസിഫർ. നിങ്ങൾ വായിച്ചു നോക്കിക്കോ. യെശയ്യാവിന്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ അവൻ പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ അത്യുന്നതന്റെ പർവ്വതത്തിൽ കയറും,
ഞാൻ അത്യുന്നതനോട് സമനാകും, ഞാൻ അവന് തുല്യനാകും, എല്ലാ ആരാധനയും എനിക്ക് വരും. അവനാണ് ഈ പോസിറ്റീവ് തിങ്കിങ്ങിന്റെ ഉപജ്ഞാതാവ്. ഇന്നത്തെ പെന്തക്കോസ്തുകാരുടെ ഒരുപാട് പോസിറ്റീവ് തിങ്കിങ് ഉണ്ട്. പോസിറ്റീവ് നല്ലതാണ്, പക്ഷേ ദൈവവചനത്തിന് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം. ദൈവവചനത്തിന് അടിസ്ഥാനപ്പെടുത്തി അല്ലാത്ത പോസിറ്റീവ് തിങ്കിങ്ങും പോസിറ്റീവ് ടോക്കിങ്ങും നിന്റെ നരകത്തിൽ കൊണ്ട് എത്തിക്കുമെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. നീ പറയുന്നതല്ല സംഭവിക്കുന്നത്, ദൈവം പറയുന്നതേ സംഭവിക്കുന്നു. ഞാനത് വായിച്ചു കേൾപ്പിക്കണ്ടല്ലോ. യെശയ്യാ 34 അധ്യായത്തിൽ ഞാൻ അത്യുന്നതനോട് സമനാകും. ഇന്നും സാത്താൻ എവിടെയെങ്കിലും ആരുടെയെങ്കിലും മേൽ കയറിയെന്നാൽ സാത്താൻ പറയുന്നത് ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവൻ ആദ്യം പറയുന്നത് ഇതാണ്, ഈ ഭൂമി എന്റേതാണ്. യേശുവിനോട് പറഞ്ഞു, ഈ കാണുന്ന സകല മഹത്വവും എന്റേതാണ്. പറഞ്ഞത് കൊണ്ട് അവൻ ആകുമെന്നാണ് അങ്ങനെ ചിന്തിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നാൽ അങ്ങനെ ആകുമെന്നാണ് അവൻ ചിന്തിക്കുന്നത്. ഇത് മുഴുവൻ നിനക്ക് ഞാൻ തരാം, എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മതി. ഹല്ലേലൂയ. ഇപ്പോഴും ഭൂതം കയറുന്നവരെല്ലാം പറയും, പിശാചിന്റെ സഭക്കാരുണ്ട്, സാത്താൻ സഭക്കാർ. അവർ പറയുന്ന ലോകം മുഴുവനും ഞങ്ങൾ ഭരിക്കാൻ പോവുകയാണ്. സാത്താനാണ് ഈ ലോകം ഭരിക്കാൻ പോകുന്നതെന്നാണ് അവരുടെ പോസിറ്റീവ് തിങ്കിങ്. ഒരു ദിവസം വേദപുസ്തകം പറയുന്നുണ്ട് എന്ത് സംഭവിക്കുമെന്ന്. ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കാതെ പോസിറ്റീവ് തിങ്കിങ് പലയിടത്തു നിന്നും ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ ഒരു ദൈവദാസൻ, അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനായിരുന്നു പോൾ യോങ്കിച്ചു എന്ന് പറയുന്ന ദൈവദാസൻ. അദ്ദേഹം ആദ്യ കാലഘട്ടത്തിൽ ഈ പോസിറ്റീവ് തിങ്കിങ്ങിനെ ശക്തമായിട്ട് പഠിപ്പിച്ചൊരു ദൈവദാസനാണ്. അദ്ദേഹത്തിന്റെ 4th ഡൈമെൻഷൻ, വിശ്വാസത്തിന്റെ അത്ഭുതരേഖ എന്ന് പറയുന്ന ഒരു പുസ്തകം ഉണ്ട്. അതിനകത്ത് ഈ പോസിറ്റീവ് തിങ്കിങ് ആണ്. പക്ഷേ പിന്നീടുള്ള അദ്ദേഹത്തിന്റെ ചരിത്രം ഞാൻ പഠിച്ചു. അദ്ദേഹം പറഞ്ഞു, ദൈവം പറയുന്നതേ നടക്കുന്നു. ഞാൻ എന്തെല്ലാം പറഞ്ഞാലും അവസാനം അദ്ദേഹത്തിനൊരു സൈക്കിൾ കിട്ടി, അദ്ദേഹത്തിനൊരു 3 സ്പീഡ് സൈക്കിൾ കിട്ടി. അപ്പം അദ്ദേഹം പോസിറ്റീവായിട്ട് പറഞ്ഞത് കൊണ്ടാണ് അത് കിട്ടിയതെന്ന് അദ്ദേഹം അങ്ങ് ചിന്തിച്ചു. എന്നിട്ട് അദ്ദേഹം അത് ജനത്തെ പഠിപ്പിച്ചു. ഒടുക്കം അദ്ദേഹത്തിന്റെ, നിങ്ങൾ പോൾ യോങ്കിച്ചുവിന്റെ ജീവചരിത്രം വായിച്ചു നോക്കണം. അദ്ദേഹം തന്റെ കഷ്ടതയിൽ സഭക്കാർ പോലും തനിക്കെതിരായി മാറിയ സന്ദർഭങ്ങളിൽ കടൽ കൊണ്ട് നട്ടതിന്റെ പോസിറ്റീവ് തിങ്കിങ് ഒന്നും കടം മാറ്റത്തില്ല കേട്ടോ. ഹല്ലേലൂയ. പോസിറ്റീവ് തിങ്കിങ് നമ്മുടെ ആരോഗ്യത്തെ തരുമെന്ന് പറയുന്നത് അത് ഇന്നത്തെ വൈദ്യശാസ്ത്രത്തിന്റെ മനഃശാസ്ത്രത്തിന്റെ ഒരു ഭാഗമാണ്. നമ്മുടെ മനസ്സിൽ നിന്നുണ്ടാകുന്നതാണ്. ഇതിനകത്തൊക്കെ കുറച്ചൊക്കെ പ്രായോഗികത ഉണ്ട്, ഇല്ലെന്നും പറയുന്നില്ല. അത് ദൈവീകമല്ലെന്നാ ഞാൻ പറയാം, അത് ദൈവീകമല്ല. ഹല്ലേലൂയ. ഞാൻ രോഗിയാണെന്ന് എപ്പോഴും നിങ്ങൾ ചിന്തിച്ചും പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. നിങ്ങൾ രോഗിയാകുമെന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. പക്ഷെ ബൈബിള് പറയുന്നത് പറഞ്ഞില്ലേ, അങ്ങനെ ഒരാൾ ചിന്തിക്കുകയും വേണ്ട, പറയുകയും വേണ്ട, അല്ലെങ്കിൽ രോഗിയാകും. ഒരാൾ ഞാൻ ക്യാൻസർ വരട്ടെ ചിന്തിച്ചിട്ടാണോ ക്യാൻസർ രോഗിയാകുന്നത്? അല്ല. ഒരാൾക്ക് കടക്കടി വരട്ടെ എന്ന് ചിന്തിച്ചിട്ടാണ് അവിടെ കടക്കടിയിലായത്? അല്ല. അവർ ചിന്തിച്ചത് പോസിറ്റീവാണ്, പക്ഷെ വന്നത് നെഗറ്റീവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഒന്നാമത്തേത്, നമുക്ക് മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ആത്മാവ്, ദേഹം എന്ന 3 മണ്ഡലങ്ങളുണ്ട്. അതിനകത്തൊരു ഇന്റലിജൻസ് എന്ന് പറയുന്ന നമ്മുടെ ഒരു ബുദ്ധിമണ്ഡലമുണ്ട്. അത് നമുക്ക് അറിവ് തരുന്നതാണ്. നമുക്ക് എന്താണ് അറിവ് വേണ്ടത്? ദൈവം ആരാണെന്ന് നീ ഒന്നറിഞ്ഞാൽ നിന്റെ പോസിറ്റീവ് തിങ്കിങ് തുടങ്ങി. ആരാണ് ദൈവം? ഇതാണ് ഇവിടെ അബ്രഹാമിനെ പറഞ്ഞത്. മരിച്ചവരെ ഉയർപ്പിക്കുന്നവൻ, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്നവനുമായ ദൈവം. ഹല്ലേലൂയ. പിന്നെ എങ്ങനെ വായിച്ചത്? അവൻ ഏകദേശം 100 വയസ്സുള്ള നിന്റെ സന്തതി യുവണ്ണമാകുമെന്ന് അരുളിച്ചെയ്തിരിക്കുന്ന പോലെ താൻ ബഹുജാതികൾക്ക് പിതാവുമാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ഇത് പോസിറ്റീവ് തിങ്കിങ് അല്ല കേട്ടോ. ഒരു ബുദ്ധിമണ്ഡലത്തിൽ അവൻ മനസ്സിലാക്കിയ കാര്യമാണിത്. എന്താണ് മനസ്സിലാക്കിയത്? പറഞ്ഞത് ദൈവം. വിഗ്രഹത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന അപ്പന്റെ മകൻ, ഞാൻ സത്യദൈവമാണ്.
നിന്നെ അനുഗ്രഹിക്കാം, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോയിക്കൊള്ളുവാൻ പറഞ്ഞു. ഞാൻ അപ്പോൾ കല്യാണം കഴിച്ച് സാറയുണ്ട്, ഞാൻ നിന്നെ മക്കളെ തന്ന് സമ്പന്നനാക്കും, ബഹുജാതികൾക്ക് പിതാവാക്കി തീർക്കുമെന്ന് പറഞ്ഞു. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. അവന്റെ മനസ്സ് പറഞ്ഞത് വിശ്വസിച്ചെന്നല്ല പറഞ്ഞത്. ദൈവം ആരാണെന്ന് ഒന്നറിയണം. വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. ഇവർ കേട്ടോ, പാസ്റ്റർ വാക്ക് പറഞ്ഞാൽ മാറുന്നവനാണ്. വാക്ക് മാറാത്ത ഒരുത്തൻ, നല്ലവനെന്ന് പറയാൻ യോഗ്യതയുള്ള ഒറ്റ മനുഷ്യൻ. അത് നിങ്ങളുടെ പാസ്റ്ററല്ല, അത് അപ്പസ്തോലനായ പൗലോസല്ല, പത്രോസല്ല. ഒറ്റ ഒരാളെ ഉള്ള നല്ലവൻ, അത് നമ്മുടെ കർത്താവ് മാത്രമാണ്. നല്ലവനായ ദൈവത്തെ, ആ ദൈവത്തിന്റെ പ്രകൃതം എന്താ? ദയവായിട്ട് നിങ്ങൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണേ, ഒന്ന് ശ്രദ്ധിക്കും. എന്താ ദൈവത്തിന്റെ പ്രകൃതം? അവൻ സർവശക്തനാണ്. അറിയാമോ? അവൻ സർവജ്ഞാനിയാണ്, സർവത്തിന്റെ ഉദയവനാണ്, സർവവ്യാപിയായ ദൈവമാണ്. സകലർക്കും അവൻ നല്ലവനാണ്. അവൻ ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും പെന്തക്കോസുകാരനും ബ്രദറുകാരനും എല്ലാം ദൈവം നിഷേധിക്കും, ദൈവം ഇല്ലെന്ന് പറയുന്നതൊക്കെ നല്ലവനാ. നമ്മൾ ചെയ്യുന്നത് പെന്തക്കോസുകാർക്ക് നല്ലവനെന്ന് പറയരുത്. ദൈവം എല്ലാവർക്കും നല്ലവൻ. അവൻ നല്ലവനാണ്. അവന്റെ സ്വഭാവം പരിശുദ്ധമാണ്. ഇത് നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ നാം അറിയണം. ദൈവത്തിന്റെ പ്രകൃതം, ദൈവത്തിന്റെ നാമം അല്ലെങ്കിൽ യേശു, ദൈവത്തെ അറിയുകയും അവന്റെ ബൈബിൾ പറയുന്നത് വിശ്വാസം എന്ന് പറയുന്നത് ഗാഢമായ വിശ്വാസം, എങ്ങനെ ശക്തമായി വിശ്വസിക്കണമല്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ വിശ്വസിച്ചാൽ മാത്രം മതി. ഹല്ലേലൂയ. തന്റെ ഏകജാതനെ പുത്രനിൽ വിശ്വസിക്കുന്ന, അധികമായി വിശ്വസിക്കുന്നവർ, ശക്തമായി വിശ്വസിക്കുന്ന ഒന്നുമില്ല, ഒറ്റ വിശ്വാസം. അതിന് ഒരറിവാണ്. നമുക്കൊരറിവുണ്ട്. ആ അറിവെന്ന് പറയുന്ന മേഖല തുറന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല. ദൈവത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് വിശ്വാസമുണ്ടെന്ന് പറഞ്ഞത് വെറുതെ. ആത്മാവിൽ എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷെ ദേഹീ മണ്ഡലത്തിന് അറിവുണ്ട്. ഈ അറിവ് ഞാൻ വചനത്തിലൂടെ വെളിപ്പെടണം. വചനത്തിലൂടെ ആരെങ്കിലും പ്രസംഗിച്ച് കേട്ടതെല്ലാം വിശ്വസിക്കുന്നതല്ല, ആരെങ്കിലും പറഞ്ഞ് എഴുതിയിരിക്കുന്നതെല്ലാം വിശ്വസിക്കാൻ. ബൈബിൾ എന്ന് പറയുന്നു ദൈവത്തെയും ദൈവവചനത്തെയും നമ്മൾ അറിയണം. പെനിയൽ സഭക്കാരുടെ കുഴപ്പം എന്താ കുഴപ്പം? ഹലോ, പെനിയൽ സഭക്കാരുടെ കുഴപ്പം എന്തോ? ദൈവവചനം അറിയത്തില്ല, ദൈവത്തെ അറിയത്തില്ല. അറിയുമെങ്കിൽ ഒരാൾ ഇവിടെ ഇരുന്നുകൊണ്ട് കോട്ടമായിട്ട് ഇങ്ങനെ കോട്ടമായിക്കൊണ്ടിരിക്കൂ. മതം അടുത്തിരിക്കുന്നവരുടെ പരിജ്ഞാനങ്ങൾ വേണം. അങ്ങനെ ഒരു കർച്ചിപ്പ് കൊണ്ട് ഒന്ന് കൂടണം. ഇതങ്ങനെ വായും പൊളിച്ചിട്ട് തുടങ്ങും. ദൈവത്തെ അറിയാത്ത ജനം ദൈവത്തെ അറിയുന്നെങ്കിൽ ഭയപ്പെടും. കേട്ടോ, ഭയപ്പെടും. ദൈവത്തെ അറിയാൻ ദൈവം നമ്മുടെ ബുദ്ധി ഒന്ന് തുറന്നു തരണം. എമോസിലേക്ക് പോയി ശിഷ്യന്മാർക്ക് കർത്താവ് ബുദ്ധിയെ തുറന്നു കൊടുത്തു. വചനം പ്രസംഗിച്ചപ്പോൾ, പൗലോസ് പ്രസംഗിച്ച വചനം മനസ്സിലാക്കാൻ ലുദിയായുടെ ഹൃദയത്തിൽ കർത്താവ് തുറന്നു കൊടുത്തു. വചനം ശ്രദ്ധിക്കേണ്ടതിന് ദൈവം ഹൃദയത്തെ തുറന്നു. നിന്റെ ബുദ്ധിക്കകത്ത് കുറെ കാര്യങ്ങൾ കയറ്റി വെച്ചിട്ടുണ്ട്. അതാരാ? അവരും ഇവരും പറഞ്ഞ കുറച്ച് ദൈവത്തിന്റെ കാര്യങ്ങൾ. ഇത് വെച്ചുകൊണ്ടാണ് ദൈവത്തെ വിശ്വസിക്കുന്നത്. എന്നിട്ട് പോസിറ്റീവായിട്ട് അതങ്ങനെ സംഭവിക്കട്ടെ, ഇതിങ്ങനെ സംഭവിക്കട്ടെ. എന്റെ പൊന്നു കുഞ്ഞെ, നീ വചന വിരുദ്ധമാണ്. നിന്റെ നിത്യത നഷ്ടപ്പെട്ടു പോകും. നിനക്ക് വിശ്വാസമില്ല. ബുദ്ധിമണ്ഡലത്തിൽ ഈ ബൈബിളിനെ, ദൈവം പറഞ്ഞ കാര്യങ്ങൾ, ദൈവത്തിന്റെ സ്വഭാവങ്ങൾ. എന്താണ് ദൈവത്തിന്റെ സ്വഭാവം? വിശ്വസിക്കുന്നെന്ന് പറയുന്നവരുടെ, ദൈവവിശ്വാസം ഉണ്ടെന്ന് പറയുന്നവരുടെ ജീവിത ശൈലി കണ്ടാൽ അറിയാം. പറഞ്ഞ് പെട്ടെന്ന് പോകട്ടെ, എനിക്ക് മനസ്സിലാക്കാൻ വിശ്വസിക്കുന്നു. ബുദ്ധിമണ്ഡലം, നമ്മുടെ ബുദ്ധിമണ്ഡലത്തിന് വികാസം ഉണ്ടാകുന്ന അറിവ് വരണം. ദൈവത്തിന്റെ സ്വഭാവം എന്താണ് എന്നിട്ട് അറിയാത്ത ഒരാളെ നിങ്ങൾ വിശ്വസിക്കുമോ? ഇപ്പൊ നിങ്ങളൊരു ഡോക്ടറെ അടുത്ത് പോകുന്നു, ആ ഡോക്ടർ ഡിഗ്രിയുമില്ല, കള്ള ഡോക്ടറാണെന്ന് നിങ്ങൾ അറിഞ്ഞാൽ ആ ഡോക്ടറെ അടുത്ത് പോകുമോ?
നിങ്ങൾ പോകത്തില്ല. നിങ്ങൾ പറഞ്ഞു അവിടെ എല്ലായിടത്തും 200 രൂപ കൊടുക്കണം, ആ ഡോക്ടർ ചെന്നാൽ 100 രൂപ കൊടുത്തോ. ആദ്യം അയാളുടെ ഡിഗ്രി എന്താണെന്നറിയണം, ഇയാൾ കള്ളനാണോ എന്നറിയണം, ഇയാള് ചികിത്സിച്ചവർക്ക് സൗഖ്യം കിട്ടിയിട്ടുണ്ടോ, ഗവൺമെന്റിൻ്റെതായിരിക്കുന്ന അപ്രൂവ്ഡ് ഉണ്ടോ, ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഡോക്ടറെ സമീപിക്കുന്നത്. അല്ലാതെ ചുമ്മാ ആരെങ്കിലും പറഞ്ഞു കേട്ടുകൊണ്ട് പോകുമോ? നമുക്ക് ദൈവത്തെ അറിയേണ്ടത് പോലൊന്ന് അറിയണം. നമ്മുടെ ബുദ്ധി കൊണ്ട് ബൈബിളിന്റെ കാര്യങ്ങളെ ഒന്ന് മനസ്സിലാക്കണം. അവിടെ കൊണ്ട് തീർന്നില്ല കേട്ടോ. അടുത്ത് നമുക്ക് ഒരു ഇമോഷൻ ഉണ്ട്. ഹലോ, നമുക്കൊരു ഇമോഷൻ ഉണ്ട്. എന്താ ഇമോഷൻ? നമുക്കൊരു വികാരമുണ്ട്. ഇത് നമ്മൾ ഈ ബുദ്ധിയുടെ മണ്ഡലത്തിന്റെ അപ്പുറത്ത് ഒരു അംഗീകരണം ഉണ്ടാകണം, ഒരു ബോധ്യമുണ്ടാകണം. കാര്യങ്ങൾ ഡോക്ടർ നല്ലതാണെന്ന് കേട്ടാൽ മാത്രം പോരാ, എൻ്റെ മനസ്സുകൊണ്ട് അതിനെ ഞാൻ അറിഞ്ഞാൽ മാത്രം പോരാ, അംഗീകരിക്കണം. അതിനാണ് നമ്മുടെ ഇമോഷൻ. നമ്മൾ ദൈവം നല്ലവനാണെന്ന് ഞാൻ അംഗീകരിച്ചിട്ടുണ്ടോ? അംഗീകരിച്ചെടുക്കേണ്ട അറിയാം. അവൻ്റെ അടുത്തേക്ക് ഓടി വരും. അപ്പൊ ദൈവത്തിന്റെ നന്മകളെ, അവന്റെ സ്വഭാവത്തെ, അവന്റെ സർവശക്തിയെ നിങ്ങളുടെ ബുദ്ധി കൊണ്ട് നിങ്ങൾ അറിയുന്നുണ്ടോ? ഉണ്ടോ? അറിയുന്ന ഒരാളെ അറിഞ്ഞത് കൊണ്ട് മാത്രം കാര്യമുണ്ടോ? ശരിയാ, നിങ്ങൾ പറയുന്നതല്ല ശരിയാകുമ്പോൾ ഞാൻ എൻ്റെ ഒഴിഞ്ഞു പോയാൽ മതിയോ? അംഗീകരിക്കണം. അവൻ്റെ ചേർത്ത് പറയണം, നിങ്ങൾ പറയുന്നത് സത്യമാണ്. ഈ ബൈബിൾ പറയുന്നത് സത്യമാണ്. ഇത് വള്ളി പുള്ളിക്ക് തെറ്റില്ലാത്തതാണ്. ഇത് മുഴുവൻ ദൈവശബ്ദമാണ് എന്ന് ഒരാള് അംഗീകരിക്കണം, ബോധ്യം വരണം. ഇവിടേക്കുന്ന പലർക്കും അങ്ങനെ ബോധ്യമൊന്നുമില്ല. ബോധ്യമുള്ളവരുടെ ജീവിതം കണ്ടാൽ അറിയാം. ബോധ്യപ്പെട്ടാൽ നമ്മുടെ ഇമോഷനകത്ത് നമ്മൾ അംഗീകരിച്ചു, അവിടെ കൂടെ തീർന്ന വിശ്വാസം. നിങ്ങൾ ആദ്യം കേൾക്കുന്നതല്ലിരിക്കുന്നത്, ആദ്യമായിട്ട് കേൾക്കുന്നവരാ നിങ്ങൾ പറഞ്ഞത് അത് നല്ലതാണ്. കാരണം ഞാൻ ആദ്യമായിട്ട് 100 പ്രാവശ്യം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ നിങ്ങൾ മന്ദബുദ്ധികളെ പോലെ ഇരിക്കുന്നുണ്ട് എനിക്ക് സുഖം. എന്നറിയോ? ഇല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കും, പാസ കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ചത് തന്നെയാണല്ലോ. അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഇനി അടുത്ത ആഴ്ചയിൽ പ്രസംഗിച്ചാലും നിങ്ങളിത് ആദ്യം കേൾക്കുക. അപ്പം ഞാൻ പറഞ്ഞു വന്നു, നമുക്കൊരു ബുദ്ധിമണ്ഡലമുണ്ട്, അത് അറിവിനുള്ളതാണ്, കാര്യങ്ങൾ മനസ്സിലാക്കണം. രണ്ടാമത്തേത്, നമുക്കൊരു വൈകാരിക മണ്ഡലമുണ്ട്, നമുക്കൊരു ഇമോഷനുണ്ട്, അത് നമുക്ക് അംഗീകരണത്തിലേക്ക്, നമ്മളെ ബോധ്യതയിലേക്കാണ് നടത്തുന്നത്. മൂന്നാമത്തേതെന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, നമുക്കൊരു വിൽ പവർ ഉണ്ടെന്നുള്ളതാണ്. അറിഞ്ഞാൽ പോരാ, അംഗീകരിച്ചാൽ പോരാ, ബോധ്യപ്പെട്ടാൽ പോരാ, നമ്മുടെ ഇച്ഛാശക്തി കൊണ്ട് അതിനെ നമ്മൾ ഉറപ്പാക്കണം. വിൽ പവർ എന്ന് പറയുന്നത്, ഇച്ഛാശക്തി എന്ന് പറയുന്നത് എൻ്റെ തീരുമാനമാണത്. നല്ലതാണെന്ന് കണ്ടു, ഞാനത് അംഗീകരിച്ചു, അതിനെ ഞാൻ ഏറ്റെടുക്കണം, ഞാൻ അതിനെ ആശ്രയിക്കണം. നിങ്ങൾ എല്ലാവരും നല്ല ചെയറിലാണ് ഇരിക്കുന്നത് അല്ലേ? ഹലോ, നല്ല ചെയറിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. ഈ ചെയർ ഒരാളെ കണ്ടിട്ട് പറയാം, ഇത് 4 കാലുള്ള ഇരിപ്പിടമാണ്, ഇതൊരു ഇരിക്കാൻ പറ്റുന്ന ഒരു കസേരയാണെന്ന് പറഞ്ഞു, മനസ്സിലാക്കി. അതൊരറിവാണ്. ഈ മനസ്സിലാക്കിയ കസേര അദ്ദേഹം ചെന്ന് ഒന്ന് തൊട്ട് നോക്കി. ഞാനങ്ങനെ കുഞ്ഞുങ്ങളുടെ വീട്ടിൽ ചെന്ന് അറിയാം, ഞാൻ ചെന്നിട്ട് ഒരു കസേര ഉണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ച് കുളിക്കുന്നു. കാരണം 3 കസേരയോ 4 കസേരയോ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം എവിടെ പോയാലും കഴിയുമെങ്കിൽ ഒരു സ്റ്റൂളേ ഇരിക്കത്തുള്ളൂ. പിന്നെ ആ കുടുംബം ഞാൻ ചെന്നവിടെ 2 കസേര ഇട്ടൊക്കെ തരും. കാരണം അല്ലെങ്കിൽ അവരുടെ കസേര നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. എൻ്റെ ഓവർ വെയിറ്റ് താങ്ങത്തില്ല. അപ്പം ഞാൻ ചെന്ന് പിടിച്ചു നോക്കും, ഇതെന്നെ താങ്ങുമോ, 4 കാലുണ്ടോ, ചെരിഞ്ഞു പോകുമോ, ഒടിഞ്ഞു പോകുമോ, ഇതെൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ കാര്യങ്ങൾ ബോധ്യപ്പെടണം എനിക്ക്. അതാണ് എൻ്റെ വികാരം അതിനുള്ളതാണ്. കാര്യങ്ങൾ ബോധ്യപ്പെട്ടു, എല്ലാം മനസ്സിലാക്കി. നിങ്ങൾ വന്നിവിടെ കസേര എന്നെ ഇരിക്കാൻ നല്ലതാണെന്ന് മനസ്സിലാക്കി, അത് എന്നെ താങ്ങുമെന്നും
നല്ല ഉറപ്പുള്ളതാണെന്ന് മനസ്സിലാക്കി നിങ്ങളിങ്ങനെ നിൽക്കുക. നിങ്ങളുടെ കാലിൻ്റെ വേദന മാറുമോ? നിങ്ങളുടെ നടുവിൻ്റെ വേദന മാറുമോ? എന്ത് ചെയ്യണം? ആ കസേര അറിഞ്ഞതിനെ, ബോധ്യപ്പെട്ടതിനെ നിങ്ങൾ ആശ്രയിക്കണം. നിങ്ങൾ അതിനകത്തോട്ട് കയറി അങ്ങിരിക്കണം. ഇതിനെയാണ് നമ്മുടെ വിൽപ്പവറിന്റെ പ്രത്യേകത. അതാണ് നമ്മുടെ ഇച്ഛാശക്തി കൊണ്ട് നമ്മൾ അതിനെ അറിഞ്ഞു, അംഗീകരിച്ചു, അതിനെ ആശ്രയിക്കണം. ദൈവവിശ്വാസം ഇങ്ങനത്തെ 3 മണ്ഡലങ്ങളിലൂടെയാണ് പോകേണ്ടത്. എനിക്ക് സമയം പരിമിതമായതുകൊണ്ട് വ്യാഖ്യാനിച്ച് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കി തന്നെ ഒരുപാട് വാക്യങ്ങൾ എടുത്ത് പറഞ്ഞതെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് സമയമില്ല. അപ്പോൾ ഈ ആശ്രയബോധം ഇച്ഛാശക്തിയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ആശ്രയിക്കാൻ ഈ ലോകത്തിൽ കൊള്ളാവുന്ന ഒരു വ്യക്തിയാണ് യേശു ക്രിസ്തു എന്ന് ഒരാൾ മനസ്സിലാക്കുന്നു. ഞാൻ പറയുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ വലിപ്പമൊന്നുമല്ല. ഇവിടെ ഇരിക്കുന്ന പാസ്റ്റർക്ക് ഭയങ്കര വിശ്വാസം, സുനിലിന്റെ അതിനേക്കാൾ വലിയ വിശ്വാസം, നിന്റെ വിശ്വാസം ചെറുത്, ഒരാളുടെ വിശ്വാസം വലുത്, കർത്താവ് നിന്റെ വിശ്വാസം വലുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനെ ഇതൊന്നും കൊണ്ടല്ല രക്ഷാകരമായ വിശ്വാസം ഇതല്ല. വിശ്വാസത്തിന് ഏറ്റക്കുറച്ചിലുണ്ടാകും. പക്ഷെ രക്ഷിക്കുന്ന വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. ഒരാളെ രക്ഷിക്കണമെങ്കിൽ ആ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു പൂർണ്ണമായ സമ്മതമാണ്, എൻ്റെ അംഗീകരണമാണ്. എൻ്റെ അറിവിൽ നിന്നും എൻ്റെ അംഗീകരണത്തിൽ നിന്നും എൻ്റെ സമർപ്പണത്തിലേക്ക് ഞാൻ വരുമ്പോൾ എനിക്ക് രക്ഷ കിട്ടുകയാണ്. നിങ്ങളെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ വന്നു എന്ന് ഞാൻ മനസ്സിലായിരിക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പോൾ വിശ്വാസം വന്നു. വിശ്വാസം വന്നപ്പോൾ ഞാൻ കർത്താവിനെ ആശ്രയിക്കാനായിട്ട് തുടങ്ങി. ദൈവം നല്ലവനാണെന്ന് കണ്ടു. 2, എനിക്ക് ബോധ്യം വന്നു. എനിക്കതിനകത്ത് വചനപ്രകാരം ഉറപ്പ് വന്നു. 3, ഞാൻ അവനെ ആശ്രയിക്കാനായിട്ട് തുടങ്ങി. ഇവിടെയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ 1ാമത്തെ സ്റ്റെപ്പ് കേൾക്കുന്നത്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ബൈബിളിൽ നിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും വചനത്തെ കൂട്ടി മാറ്റിക്കൊണ്ട് അതിൻ്റെ പൂർണ്ണ സത്യമല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. ഇത് നിങ്ങൾക്ക് വിശ്വാസം തരുന്നെങ്കിൽ അത് നിങ്ങളുടെ തോന്നലാണ്. വചനത്തിൻ്റെ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റിൽ നിന്നും കൊണ്ട് ഒരാൾ പറയുന്ന കാര്യം കേട്ടാൽ നിങ്ങൾക്ക് വിശ്വാസം വരും. ആ വിശ്വാസം സത്യമല്ല. ദൈവവചനം പറയുന്നത് നമ്മുടെ വിശ്വാസം ഒരു അറിവിൽ നിന്നുമായിരിക്കണം, അതിൻ്റെ ബോധ്യത്തിൽ നിന്നായിരിക്കണം, അതിൻ്റെ ആശ്രയത്തിലായിരിക്കണം. നിങ്ങൾ കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത്, നിങ്ങൾക്ക് തോന്നുന്നതെല്ലാം വിശ്വസിക്കരുത്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുമ്പോൾ വ്യക്തത ഉണ്ടാകണം. ദൈവം പറഞ്ഞതാണോ? ഇത് വചനം പറയുന്നത് ഇങ്ങനെയാണോ? തിരുവെഴുത്തോ എന്തു പറയുന്നു? ബൈബിൾ എന്തു പറയുന്നു? ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ അങ്ങ് പോകരുത്. തിരുവചനം എന്തു പറയുന്നെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. കർത്താവിന് എന്താണ് പറയാനുള്ളത് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളൊന്ന് കേൾക്കുവാൻ തക്കോണം ഇടയായിത്തീരണം. അതിനകത്ത് ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ സ്വഭാവവും അടങ്ങുന്ന കാര്യമാണോ ഞാൻ പറയുന്നത്? ഇപ്പം ഞാൻ ഒന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം, ഇവിടെ പ്രാർത്ഥിക്കാത്തവരാരും കാണത്തില്ല, പ്രാർത്ഥിക്കുന്നവരാണ്. നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ അകത്തെ മനുഷ്യനാണോ പ്രാർത്ഥിക്കുന്നത്, നിങ്ങളുടെ പുറത്തെ മനുഷ്യനാണോ പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ വിശ്വാസം എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊന്ന് തിരിച്ചറിയാൻ പറ്റും. അകത്തെ മനുഷ്യൻ്റെ പ്രാർത്ഥന എന്താണ്, പുറത്തെ മനുഷ്യൻ്റെ പ്രാർത്ഥന എന്താണെന്ന് നമ്മുടെ കർത്താവ് മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു അല്ലേ? അത് കർത്താവിൻ്റെ പ്രാർത്ഥനയല്ല, കർത്താവ് പഠിപ്പിച്ച ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിലുള്ള പ്രാർത്ഥന. ആ 6-ാം അധ്യായത്തിലെ പ്രാർത്ഥനയ്ക്കകത്ത് എത്ര വിഷയങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? അത് പറയാൻ സമയമില്ല. ഏതായാലും 6 കാര്യം പറഞ്ഞിട്ടുണ്ട്. 6 പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഭൗതിക കാര്യം എത്രയുണ്ട്, ആത്മീക കാര്യങ്ങൾ എത്രയുണ്ട്? ഭൗതിക കാര്യം 1, ബാക്കി 5 കാര്യങ്ങളും ആത്മീകമായ കാര്യങ്ങളാണ് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയ്ക്കകത്ത്. ഹല്ലേലൂയ. പോട്ടെ, അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ച കൊലോസ്യലേഖനത്തിൽ ഒരു പ്രാർത്ഥനയുണ്ട്,
എഫേസ്യ ലേഖനത്തിൽ 2 പ്രാർത്ഥനയുണ്ട്, ഫിലിപ്പി ലേഖനത്തിൽ 1 പ്രാർത്ഥനയുണ്ട്. അവിടെയൊക്കെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ എവിടെയെങ്കിലും ഭൗതികത കലർന്നിരുന്നോ? പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് പഠിപ്പിച്ചതിനകത്ത് അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഇന്ന് ഞങ്ങൾക്ക് തരണം, അന്നു വേണ്ടുന്ന ഇന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണം എന്ന ഒരു കാര്യമല്ലാതെ കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്കകത്ത് ഭൗതികത എന്തെങ്കിലും ഉണ്ടോ? ഭൗമികൻ ഭൂമിയിലുള്ളത് പ്രാർത്ഥിക്കും, ആത്മികൻ ആത്മീകമായത് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് തിരിഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ ഭൗമികനാണോ ആത്മികനാണോ. നിങ്ങൾക്ക് തന്നെ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ വിവേചിക്കാൻ പറ്റും. നിങ്ങൾ ഭൂമിയിലുള്ളതാണോ പ്രാർത്ഥിക്കുന്നത്, ആത്മീകമായ ഉയരത്തിലുള്ളതാണോ പ്രാർത്ഥിക്കുന്നത്? അവിടെ ഇരിക്കുന്ന എല്ലാവരും ആത്മീയമായതല്ലേ പ്രാർത്ഥിക്കുന്നേ, ഭൂമിയിലുള്ളത് നമ്മൾ പ്രാർത്ഥിക്കാറില്ല. എന്താ കാരണം ഭൂമിയിലുള്ളത് പ്രാർത്ഥിക്കാത്തതിന്റെ കാരണം? ഭൂമിയിലുള്ളത് പ്രാർത്ഥിക്കാത്തതിന്റെ കാരണം എന്താ? നമ്മൾ ഭൗമികരല്ല. എനിക്കൊരപ്പനുണ്ടെന്ന് നല്ല ഉറപ്പെനിക്കുണ്ട്. അപ്പൊ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഇന്ന് കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കണം, കർത്താവ് തരണമേ, എൻ്റെ വീടിന്റെ പണിക്ക് എത്ര രൂപ വേണം തരണമേ എന്ന് പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിച്ചേ പറ്റൂ. അത് പ്രാർത്ഥിക്കരുത് എന്നല്ല ബൈബിൾ പറയുന്നത്. നമ്മുടെ ഭൂമിയിലുള്ള ആവശ്യങ്ങൾ സ്വർഗസ്ഥനായ പിതാവിനോട് നന്ദിയോടെ സ്തോത്രത്തോടെ നമ്മൾ അറിയിക്കണം. നിങ്ങളുടെ വിശ്വാസം ഈ ബുദ്ധിമണ്ഡലത്തിൽ നിന്നും വൈകാരിക മണ്ഡലത്തിൽ നിന്നും നിങ്ങളുടെ ആത്മമണ്ഡലത്തിൽ ഇച്ഛാശക്തിയിലേക്ക് കയറി എന്ന് ഉറപ്പാക്കണമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയെന്ന് പരിശോധിച്ചോ. നിങ്ങളുടെ ഭാരം എന്താണെന്ന് പരിശോധിച്ചോ. എങ്ങനെ? ഇടുത്തി വീഴുന്ന പോലെ. എന്താണ്? ഉള്ളിൽ ഭാരമാണ്, ഉള്ളിൽ വേദനയാണ്. മുൻപിൽ നിൽക്കുന്ന പ്രശ്നത്തെ കണ്ടുകൊണ്ട് ഭാരപ്പെട്ടാണ് ഞാൻ നിൽക്കുന്നത്. ആ വ്യക്തി ഭൂമിയിലുള്ള വിഷയങ്ങളിലാണ് ഭാരപ്പെട്ട് നിൽക്കുന്നത്. എനിക്കൊരു അപ്പനുണ്ടെന്ന് അവൻ്റെ കണ്ണ് തുറന്ന് കാണാൻ കഴിയാത്ത ഒരു മനുഷ്യൻ. ഇവൻ ദൈവവിശ്വാസം ഉണ്ടെന്ന് പറയുന്നത് വെറുതെ. ഇവന്റെ വിശ്വാസം എന്ന ദൈവത്തെ കൂട്ടുപിടിച്ചിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് ഭൂമിയിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നടന്നു കിട്ടണം. ദൈവത്തെ ഒന്ന് കൂട്ടുപിടിച്ചിട്ട് എങ്ങനെയെങ്കിലും പ്രാർത്ഥിച്ചിട്ട് ഭൂമിയിലുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് നടന്നു കിട്ടണം. അത് തന്നെയല്ലേ ആത്മീയരായ നമ്മുടെ പ്രാർത്ഥന. അതിന് ദൈവത്തെ കൂട്ടുപിടിക്കൊന്നും വേണ്ട. ഞാൻ പറയുന്ന ഇവിടുത്തെ ഏറ്റവും വലിയ കോടീശ്വരന്മാരാരും ദൈവത്തെ കൂട്ടുപിടിക്കുന്നവരല്ല, ദൈവത്തെ കബളിപ്പിക്കുന്നവർ, ദുഷ്ടന്മാരും നീചന്മാരും ആയിരിക്കുന്ന. ഇന്നലത്തെ ഒരു പേപ്പറിനകത്ത് ഞാൻ വായിച്ചു, ഇവിടെ പെരുമ്പാവൂർ ഒരു സ്വർണ്ണക്കടയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നൊരു മനുഷ്യൻ വിശ്വസ്തനായി 15 വർഷം ജോലി ചെയ്തു. നിങ്ങൾ വായിച്ചു. 15 വർഷത്തെ ജോലി കൊണ്ട് വിശ്വസ്തനാണ് തെളിയിച്ചു. അവസാനം 30 പവന്റെ സ്വർണം കൊണ്ട് അടുത്ത വേണ്ടപ്പെട്ട ഒരാളിൽ 1.5 ലക്ഷം രൂപയും കൂടെ മോഷ്ടിച്ചുകൊണ്ട് 18 വർഷത്തിൽ ആളെ കടന്നു കളഞ്ഞു. ഇതിനെ പിടിയിട്ട് 18 വർഷമായിട്ട് ഒരു പിടി കിട്ടില്ല. നമ്മുടെ ഇപ്രാവശ്യത്തെ ഇതിനകത്ത് മുഖ്യമന്ത്രിക്ക് ഇയാളെ കത്തോട്ട് ഇതുവരെ അന്വേഷണം പോലും നടന്നിട്ടില്ല. അങ്ങനെ പോലീസ് അന്വേഷിക്കാൻ തുടങ്ങി. അന്വേഷിച്ച് വന്നാൽ തുമ്പ് കിട്ടി. ഇയാൾ മുംബൈയിലുണ്ടെന്ന് ചെന്നപ്പോൾ 4 വലിയ സ്വർണ്ണക്കടകളുടെ മുതലാളിയാണ് ഈ മനുഷ്യൻ. ആഡംബര വീടും ആഡംബരമായ ജീവിതവും നയിച്ചിരിക്കുകയാണ്. ഇവിടുന്ന് 30 പോലെ സ്വർണ്ണം പൊടിച്ചുകൊണ്ട് പോയതാണ്. അദ്ദേഹത്തെ കൈയോടെ ഗുണ്ടകളെല്ലാം കൂടെ പോലീസിനെ വളഞ്ഞു. പോലീസ് സാഹസികമായിട്ട് അദ്ദേഹത്തെ പിടിച്ചു. അദ്ദേഹം പറഞ്ഞു, ഈ ഇരട്ടി സ്വർണ്ണം കൊടുത്തേക്കാം, പോലീസ് വിടുവോ? അവനെ കൊണ്ട് നേരെ ഇവിടെ എത്തി. ഞാൻ പറഞ്ഞത്, കള്ളനും ദുഷ്ടനും നീചനുമായവൻ കോടിക്കണക്കിന് സമ്പാദിക്കുന്നുണ്ട്. അവനും ദൈവമേ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അവനും നേർച്ചകാഴ്ചകളും കർമ്മങ്ങളും ചെയ്യുന്നുണ്ട്. ആ ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം ഭൂമിയിലുള്ള നന്മ, നമ്മൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് കർത്താവ് അറിയുന്നു. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം സത്യവിശ്വാസമാണോ രക്ഷയ്ക്കായിട്ടുള്ള വിശ്വാസമാണോ എന്ന് പരിശോധിക്കണം. ശരിയുടെ എന്തേറിയോ? ഇപ്പം സുവിശേഷം പറയുന്നു, നിങ്ങളുടെ കടം മാറ്റം, നിങ്ങളുടെ ബുദ്ധിമുട്ട് മാറ്റം, കഷ്ടം മാറ്റം. ഇതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് നിത്യജീവൻ തരും, രക്ഷ തരുമെന്ന് ഞാൻ പറയുന്നില്ല.
നിങ്ങളുടെ കടം മാറ്റുന്ന, കണ്ണുനീർ തുടയ്ക്കുന്ന, വേദന മാറ്റുന്ന നിങ്ങളുടെ കൂടെ ഞാനിക്കറി കർത്താവേ, നിന്റെ കണ്ട ദുഃഖം കണ്ട് എനിക്കും കൂടെ ദുഃഖം, ഞാനും കൂടെ കാര്യമൊക്കെ ചെയ്ത് ഒരു വചനമൊക്കെ പ്രസംഗിച്ച് എങ്ങനെ നല്ല പറഞ്ഞു. ഇന്ന് നിന്റെ കടം മാറ്റം യേശു പത്രോസിന്റെ പടകിനകത്ത് മീൻ കൊണ്ട് നിറച്ചു. ആമേൻ, ആമേൻ, ആമേൻ. ഇവർക്ക് വിശ്വാസം വന്നു. ഇവർക്ക് വന്ന വിശ്വാസം ഏതാ? ഇവർക്ക് വന്ന വിശ്വാസം ഇവരുടെ പട്ടിണി മാറ്റുന്ന യേശുവിനെയാണ്. ഇത് സുവിശേഷമല്ല. ഈ വിശ്വാസത്താൽ പിന്നെ ദൈവം കൃപ ചെയ്തതാണെങ്കിൽ അവൻ സഭയ്ക്കകത്ത് വരുമ്പോ പാസ് പറഞ്ഞു കൊടുക്കും, എടാ മോനെ, ഇത് രണ്ടാം തരം വിശ്വാസം. സത്യവിശ്വാസം എന്ന് പറയുന്നത് ഇതാ. നിന്നെ രക്ഷിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് അവനെ നീ ആശ്രയിക്കണം. എങ്ങനെ ആശ്രയിക്കുക എന്ന് പറയുന്നത്, ഇനി നന്മ വേണോ തിന്മ വേണോ ഞാനല്ല തീരുമാനിക്കുന്നത്. ഒരാളെ ആശ്രയിക്കുക, ഒരു കുഞ്ഞ് അമ്മയെ അപ്പനെ ആശ്രയിച്ചു വളർന്നു വരുന്നത് പോലെ ഇനി എനിക്ക് നന്മ വേണോ തിന്മ വേണോ, സോവറിൻ ഗോഡ്, അവന്റെ പരമാധികാരത്തിൽ നിന്നല്ലാതെ എനിക്ക് എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട. മോളെ കേൾക്കുന്നുണ്ടോ? ഞാനും ഇങ്ങനെ പറഞ്ഞില്ലേ, എൻ്റെ ബുദ്ധിമണ്ഡലത്തിൽ നിന്നും എൻ്റെ വൈകാരിക മണ്ഡലത്തിൽ നിന്നും ഒക്കെ ഞാൻ ഇച്ഛാശക്തിയുടെ മണ്ഡലത്തിൽ എന്നെ ആശ്രയിക്കാൻ പഠിപ്പിച്ചില്ല. ചോദിച്ചാൽ കിട്ടും. ഞാൻ പറഞ്ഞത് ഈ ലോകത്തിൻ്റെ ദൈവം, ലോകത്തിൽ ഒരുപാട് സമ്പത്തുക്കൾ അതിനകത്തൊക്കെ ദൈവത്തിന് ദുഃഖവുമില്ല. സൃഷ്ടാവെന്ന നിലയിൽ എല്ലാവരും കഞ്ഞി കുടിച്ചു കിടക്കട്ടെ, എല്ലാവരും നല്ല ഭക്ഷണം കഴിക്കട്ടെ എന്ന് തന്നെയാണ് ദൈവം കരുതുന്നത്. എന്നാൽ നമ്മൾ ഒന്ന് വചനത്തെ, വിശ്വാസത്തെ വിവേചിക്കണം. 2 കൊരിന്ത്യർ 13-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം ഓർമ്മയുണ്ടോ? നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ? വിശ്വാസം യഥാർത്ഥ വിശ്വാസമാണോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. നിങ്ങളെ തന്നെ പരീക്ഷിക്കണം. ഇത് എൻ്റെ വിശ്വാസം യഥാർത്ഥ വിശ്വാസമാണോ? ഇല്ലെങ്കിൽ നഷ്ടം എന്താ? ഇത് ജീവന്റെ മരണത്തിന്റെ പ്രശ്നമാണ്. ഈ സത്യവിശ്വാസത്തിൽ നിങ്ങൾ നയിക്കപ്പെട്ടില്ലെങ്കിൽ അവിടെ ചെല്ലും കർത്താവ് പറയും, ഞാൻ നിങ്ങൾ ഒരു നാളും അറിഞ്ഞിട്ടില്ല. നിങ്ങളിവിടെ പാടി പ്രാർത്ഥിച്ചു, നിങ്ങളിവിടെ കോടികൾ സമ്പാദിച്ചു, ഒക്കെ ചെയ്ത് ഞാൻ നിന്നെ അറിഞ്ഞിട്ടില്ല. വിശ്വാസം സത്യമായിരിക്കണം. അവനെ മാത്രം ആശ്രയിക്കണം. ഹല്ലേലൂയ. നമ്മൾ അങ്ങനെയാണ്. കഷ്ടതയുടെ കൈപ്പുനീരിൻ പാത്രവും അങ്ങുയൻ കരങ്ങളിൽ കുടിപ്പാൻ തന്നാൽ ചോദ്യം ചെയ്യാതെ വാങ്ങി പാനം ചെയ്യുവാൻ തിരുകൃപ എന്നിൽ പകരണമേ. ഒരു ചോദ്യവുമില്ല. നീ തരുന്നത് ഉയർച്ചയാകട്ടെ താഴ്ചയാകട്ടെ, നീ തരുന്നത് നന്മയാകട്ടെ തിന്മയാകട്ടെ, അങ്ങ് തരുന്നതിനകത്ത് സന്തോഷിക്കാൻ കഴിയുന്ന ഹൃദയം എനിക്കുണ്ട്. ഇതിനെയാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഇച്ഛാശക്തി ആ ഭാഗത്ത് ആത്മാവുമായിട്ട് ചേർന്നാണ് ഇച്ഛാശക്തി നിൽക്കേണ്ടത്. ആത്മാവിനോട്, നമ്മുടെ സ്പിരിറ്റിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അവിടെ ദൈവ ഇഷ്ടം. എന്താ ദൈവ ഇഷ്ടം? കടം മേടിപ്പിക്കുക, ബുദ്ധിമുട്ടിപ്പിക്കുക, രോഗിയാക്കുക, അതാണ് ദൈവ ഇഷ്ടം. അവിടെയാണ് ദൈവം നല്ലവനാണെന്ന് രുചിച്ചറിയണം. ചില സന്ദർഭങ്ങളിൽ നിനക്കൊരു കഷ്ടത വരും. ചില സന്ദർഭങ്ങളിൽ നിന്നെ മടക്കി വരുത്തി യഥാർത്ഥ ദൈവാശ്രയത്തിലേക്ക് നിന്നെ കൊണ്ടുവരാൻ എനിക്ക് അവൻ മാത്രം മതി എന്ന് പറയണം. അവൻ തരുന്നതിനകത്തേക്ക് കണ്ണു പോകരുത്. അവൻ തരുന്നതിനകത്തേക്ക് ആരെങ്കിലും വന്ന് പ്രവചിച്ചാൽ എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞാൽ ഉടനെ ആമേൻ പറയരുത്. എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം എനിക്ക് മതി. ഇതാണ് യേശു നമ്മളെ പഠിപ്പിക്കുന്ന വിശ്വാസം. ഇതാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്ന വിശ്വാസം. ഇതാണ് രക്ഷയ്ക്കായുള്ള വിശ്വാസം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തെ നമ്മൾ വായിക്കുന്നുണ്ട്. 4-ാം വാക്യം മുതൽ വായിക്കണ്ട, ഞാൻ പറഞ്ഞു പോവുക. ഒരു മനുഷ്യൻ നിമ്രോദ്, ലോകത്തിലെ ആദ്യത്തെ വിഗ്രഹാരാധന പോഷിപ്പിച്ച മനുഷ്യൻ. അദ്ദേഹം എല്ലാവരെയും വിളിച്ചുകൂട്ടി സംഘാടക വൈഭവമുള്ള മനുഷ്യനായിരുന്നു. എന്നിട്ട് പറഞ്ഞു, നമുക്ക് ചിതറിപ്പോകരുത്, നമുക്കൊന്നിച്ച് ഒരു ഗോപുരം പണിയണം, നമുക്ക് സ്വർഗത്തോളം എത്തണം, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ മുഴുവൻ നമുക്ക് പിടിച്ചു വാങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ തമ്മിൽ പറഞ്ഞ് ഇഷ്ടിക ചുട്ട് ഗോപുരം പണിയാൻ തുടങ്ങി. മനുഷ്യന്റെ പ്രവൃത്തി ദൈവ ഇഷ്ടമല്ല. ദൈവ ഇഷ്ടപ്രകാരം നീ എന്ത് പറഞ്ഞാലും
എന്ത് ചോദിച്ചാലും അത് സംഭവിക്കും. ഹല്ലേലൂയ. എവിടെയെങ്കിലും ജോസഫ് ദൈവം പറഞ്ഞതാണോ താൻ പറഞ്ഞതാണോ സംഭവിക്കണമെന്ന് പ്രാർത്ഥിച്ചത്? ഏകദേശം 15 വർഷം 12 വർഷത്തിന് മുകളിൽ ജയിലിൽ തന്നെ കിടന്നു. ആ പരിശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ, വിശുദ്ധനായിരിക്കുന്ന ഒരു ദൈവത്തിന്റെ ദർശനമുള്ള മനുഷ്യൻ ജയിലിൽ കിടക്കുക. അദ്ദേഹം പറഞ്ഞതൊന്നും നടന്നില്ല. ദൈവം പറഞ്ഞു, നിന്റെ അപ്പനും അമ്മയും നിന്റെ സഹോദരന്മാർ നിന്റെ കാൽക്കൽ വരും. ദൈവം പറഞ്ഞത് നടന്നത്. യോസേഫ് സ്വപ്നം കണ്ടത് ദൈവം കൊടുത്ത സ്വപ്നമാണ്. നമ്മൾ തികച്ചും ഞാൻ പറയട്ടെ, നമ്മുടെ ബുദ്ധിമണ്ഡലം സാത്താന്റെ വിഹാര കേന്ദ്രമാകരുത്. സാത്താൻ കയറി പ്രവർത്തിക്കരുത്. ഇവിടെ നീ പറയുന്നത് പോലെ സംഭവിക്കുമെന്നുള്ള എവിടെയെങ്കിലും ഒരു വാക്ക് ചിന്ത നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ, ഇവിടെ നിങ്ങളിൽ ഒരാൾ ഡോക്ടറാകാനാണ് കർത്താവ് പറയുന്നത്. നിങ്ങളിൽ ഒരാൾ കുബേരൻ അല്ലെങ്കിൽ ധനവാനാകണമെന്നാണ് ദൈവം പറയുന്നത്. ചിലരെ ആ ധനവാന്റെ കീഴിൽ നിങ്ങൾ പോകണം. ദൈവം എന്ത് പറയും? അവന്റെ സോവറിറ്റി, അവന്റെ പരമാധികാരത്തെ, നന്മയെ മനസ്സിലാക്കുവാനുള്ള ഹൃദയ ദൃഷ്ടി തുറക്കുന്ന ഒരു അനുഭവം വരെ നമുക്ക് ദൈവാശ്രയം ഉണ്ടാകുന്നില്ല. ഇവിടെ അബ്രഹാം പറഞ്ഞു, അബ്രഹാമിന്റെ പോസിറ്റീവ് തിങ്കിങ് ആണ് ഞാനിവിടെ ഇപ്പൊ പറഞ്ഞു വന്നത്. എന്താണ്? ഏകദേശം 100 വയസ്സ് എന്ന് വെച്ചാൽ 100 പോവുക. പക്ഷെ സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വവും അവൻ മനസ്സിലാക്കി. ആയുസ്സിലൊരു കുഞ്ഞ് ഞങ്ങളുടെ വീട്ടിലുണ്ടാകത്തില്ല, ആയുസ്സിൽ എനിക്കൊരു കുഞ്ഞുണ്ടാകത്തില്ല. അവന്റെ ബുദ്ധിമണ്ഡലം പറയുന്നത് അതാണ്. അവൻ്റെതായിരിക്കുന്ന വികാരങ്ങൾ മുഴുവൻ അതിലൂടെയായി. പക്ഷെ ദൈവം 99-ാമത്തെ വയസ്സിൽ അബ്രഹാമിന്റെ അടുക്കൽ വന്നു. അബ്രഹാമിന്റെ അടുക്കൽ വന്നിട്ട് ദൈവം പറഞ്ഞു, അടുത്ത വർഷം ഞാൻ വരും, നിന്റെ ഭാര്യ സാറ ഗർഭിണിയാണ്, ഒരു മകനെ പ്രസവിക്കും, അവന് ഇസ്ഹാക്ക് എന്ന പേരിടണം. ഇത് ദൈവവചനമാണ്. ദൈവം പറയുന്നത് ആകാശവും ഭൂമിയും മാറിപ്പോയാലും അതുപോലെ സംഭവിക്കും. ഞാനത് ചോദിച്ചോട്ടെ, ഇന്ന് ദൈവം അബ്രഹാമിനോട് പറഞ്ഞതുപോലെ, യോസേഫിനോട് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ മോശയോട് പറഞ്ഞതുപോലെ നമ്മോട് പറയുമോ? ഇവിടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, അവന് 100-ാമത്തെ വയസ്സിൽ മകനെ കൊടുത്തു. പിന്നെ മക്കളുടെ തന്നെ ഒരു പെരുമഴയാണ്. ഹല്ലേലൂയ. സകല ജാതികളുടെ പിതാവ് എന്നുള്ള നിലയിൽ അബ്രഹാമിനെ ദൈവം മാനിച്ചു. യോസേഫിനോട് പറഞ്ഞു, ഞാൻ നിന്റെ സഹോദരന്മാർക്ക് യജമാനനാക്കും. ഈ പറഞ്ഞതുപോലെ ദൈവം പറഞ്ഞതുപോലെ ചെയ്തു. പഴയ നിയമത്തിൽ അങ്ങനെ പല വിശുദ്ധന്മാരോട് പറഞ്ഞിട്ടുണ്ട്. പുതിയ നിയമത്തിൽ അങ്ങനെ ആരോടെങ്കിലും കർത്താവ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറയുമോ? ഇപ്പൊ നമ്മളെങ്ങനെ അറിയുന്നത്? എന്നെ കുറിച്ചുള്ള പ്ലാൻ എന്താണെന്ന് എങ്ങനെ അറിയും? കേട്ടേന്താണ് ഒന്ന് കേട്ടേന്താണ് നമ്മളെ നടത്തുന്ന വഴി കണ്ടാൽ നമുക്കറിയാം നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന്. നിങ്ങളെ അത്ര എതിരായിട്ട് മാറി നിന്നാലും ഒരാൾ വളർന്നു വരുമ്പോൾ അവനെക്കുറിച്ച് അവൻ്റെ അമ്മയ്ക്ക് ആദ്യം അപ്പന് ഒരു ഓർഡർ കൊടുക്കും, ഇവനെ ഇന്നത് പഠിപ്പിക്കണം. ഇപ്പൊ പുതിയ നിയമത്തിൽ അന്ന് ദൈവത്തിൻ്റെതായ പ്രത്യേക പദ്ധതിക്ക് വേണ്ടി മോശയോട് സംസാരിച്ചതുപോലെ മോശയുടെ കീഴിലുണ്ടായിരുന്ന യോശുവയോട് സംസാരിച്ചു, മറ്റുള്ളവരോടൊന്നും സംസാരിച്ചില്ല. ഇതുപോലെ ഇന്ന് മോശയുടെ അപ്പനോടും അമ്മയോടും ദൈവം സംസാരിച്ചു. ഇവൻ നശിച്ചു പോകേണ്ടവനല്ല, ഇവൻ മരിക്കാൻ സമ്മതിക്കരുത്, ഇവൻ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനാണെന്ന് മോശയുടെ അമ്മയോടും അപ്പനോട് സംസാരിച്ചു. ഹല്ലേലൂയ. ദൈവം സംസാരിക്കത്തക്കവണ്ണം ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു ഹൃദയം ഉള്ളവരോട് മാത്രമേ നിങ്ങൾ ആത്മാവിൽ നിങ്ങളുടെ ബുദ്ധിമണ്ഡലത്തിലും വികാരത്തിനും അപ്പുറമായിട്ട് നിങ്ങളുടെ ഇച്ഛാശക്തി അതിനോട് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നെങ്കിൽ ദൈവം നിങ്ങളോട് സംസാരിക്കും. എൻ്റെ പദ്ധതി ഇതാണ്,
അതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്ന് നേരിട്ട് ഇങ്ങനെ വന്ന് പറയുകയല്ല. എന്നോട് അങ്ങനെ നേരിട്ട് കർത്താവ് സംസാരിച്ചിട്ടുണ്ട്. എന്നോട് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ഈ വർഷം ഇങ്ങോട്ട് വന്നപ്പോൾ ഒരുപാട് കഷ്ടതകളും രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ വന്നു. ഞാൻ പറഞ്ഞു, കർത്താവ് ശുശ്രൂഷ തീർന്നെങ്കിൽ എനിക്ക് അങ്ങോട്ട് വരാൻ ഭയങ്കര സന്തോഷത്തെ കാണാൻ കൊതിയാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നോട് കാണിച്ച ദർശനങ്ങളിലെ വെളിപ്പാടുകളിലെ എന്നോട് കർത്താവ് പറയുക, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല നീ ഇന്നത് ചെയ്യുമെന്ന്, ഇന്നതുപോലെ പോകുമെന്ന്. എൻ്റെ പ്രിയരെ, നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. നിന്നോട് വ്യക്തിപരമായിട്ട് ചില സംസാരിക്കാൻ ദൈവത്തിനുണ്ട്. ഹല്ലേലൂയ. നീ ഏത് രാജ്യത്ത് പോകണമെന്ന്, നീ എങ്ങനെ സുവിശേഷ വേല ചെയ്യണമെന്ന്, എങ്ങനെ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് നിന്നോട് വ്യക്തിപരമായി. അത് ഒരു ദിവസം ദൈവം നേരിട്ട് വന്നിട്ട് മോശയോട് പറഞ്ഞതുപോലെ ആയിരിക്കത്തില്ല അങ്ങോട്ട് പറയുന്നത്. ചിലപ്പോൾ ഒരു ദിവസം ഒരു ചെറിയ സ്വപ്നം, അത് നീ മറന്നുപോയി. പിന്നത്തെ ഒരു പ്രാവശ്യം ചെറിയൊരു ദർശനം. ഹല്ലേലൂയ. അതേ തുടർന്ന് വചനത്തിലൂടെ ഒരു വെളിപ്പാട്. ഇങ്ങനെ ദൈവം നിന്നോട് സംസാരിക്കും. അതിന് ബൈബിളുമായിട്ട് ബന്ധമില്ലെങ്കിലോ, നിനക്ക് കൂട്ടായ്മയ്ക്കകത്ത് ബന്ധമില്ലെങ്കിലോ, നിനക്ക് ദൈവത്തോട് ബന്ധമില്ലെങ്കിൽ എങ്ങനെ ദൈവം സംസാരിക്കും? എങ്ങനെ ദൈവത്തോടുള്ള ബന്ധം? എനിക്ക് ദൈവം ഉണ്ടെന്ന് അറിയാം, എനിക്ക് ദൈവം ഉണ്ടെന്ന് അറിയാം, ദൈവം വിശ്വസിക്കുന്നുണ്ട്. അയ്യോ എൻ്റെ മകനെ, എൻ്റെ മകളെ, അങ്ങനല്ല. നിന്റെ ആത്മാവ്, നിന്റെ ഇച്ഛാശക്തിയുടെ മണ്ഡലങ്ങൾ ആത്മാവിനോട് ചേർത്ത്, ദൈവമേ എനിക്ക് നിന്നെ ഒന്ന് അറിയണമെന്ന്, നിന്റെ ഇച്ഛാശക്തിയിൽ എന്നെ കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് ചോദിക്കണം. നിന്റെ വിൽ പവർ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കണം. മണിക്കൂറുകൾ, ഞാൻ പറയും, ദൈവം സംസാരിക്കണമെങ്കിൽ മണിക്കൂറുകൾ ദൈവം. ഇങ്ങനെ ഒരു 10 മിനിറ്റ് പ്രാർത്ഥിച്ചത് വരുത്തി മറിയാമ്മ ഇതാ മലക്കെന്നെന്ന് പറയുന്ന ഒരുത്തരോടും ദൈവം സംസാരിക്കുന്നില്ല. ദൈവത്തെ ഇങ്ങനെ കേൾക്കുന്ന പ്രസംഗത്തിനകത്ത് കുറച്ച് അറിവ് കിട്ടും. ഇപ്പം നിങ്ങൾക്ക് കുറച്ച് ധാർമ്മിക ബോധം കിട്ടും. നിങ്ങളുടെ ബുദ്ധിമണ്ഡലത്തെ കുറിച്ച് പ്രകാശനം കിട്ടും. ഇത്രമാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ദൈവശബ്ദമായി ഉൾക്കൊള്ളണമെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തോട് നിരന്തരമായൊരു ബന്ധമുണ്ടാകണം. ദൈവമേ എന്ന് വെച്ചാൽ, എന്നോട് ഒരു സഹോദരൻ ചോദിച്ചു, എൻ്റെ പാസ്റ്ററെ, ഞാൻ ഈ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണടച്ച് പ്രാർത്ഥിക്കണമല്ലോ, പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഏത് രൂപമാണ് കാണുന്നത്? ഞാൻ കുഴഞ്ഞു. ഞാൻ പറഞ്ഞു, യേശുവിൻ്റെ രൂപം. അത് ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണോ കാണേണ്ടത്? അതോ തിരുഹൃദയത്തെയാണോ കാണേണ്ടത്? അതോ തിരുക്കുടുംബത്തെയാണോ കാണേണ്ടത്? ഞാൻ കുഴഞ്ഞാകുമ്പോൾ ഞാൻ പറഞ്ഞ ക്രൂശിക്കപ്പെട്ട യേശുവിനെ അല്ല കാണേണ്ടത്. നിങ്ങൾ കാണേണ്ടത്, നിങ്ങൾ കണ്ണടയ്ക്കുമ്പോൾ കാണേണ്ടത് ഈ രൂപങ്ങളൊന്നും കാണുന്നത്, അത് വിഗ്രഹാരാധനയാണ്. കണ്ണടയ്ക്കുമ്പം ഇവിടെ യേശു വന്ന് നിൽക്കുന്നത് ഏതാണ്? ആ തിരുഹൃദയത്തെ നമ്മുടെ മനസ്സിനകത്തിരിക്കുന്ന സാധനം ഉണ്ടല്ലോ, അതുണ്ട്. അല്ലെങ്കിൽ ഉണ്ണിയേശു, ചിലർക്ക് ഉണ്ണിയേശു മതി. ഉണ്ണിയേശു വന്നിങ്ങനെ കൈ ഇങ്ങനെ വെച്ച് നിൽക്കുന്നതായിട്ട് കാണുന്നത്. ഇത് നിന്റെ ബൗദ്ധിക മണ്ഡലത്തിൽ നിന്നുള്ളതാണ്. അത് അന്യാരാധനയാണത്, അത് വിഗ്രഹാരാധനയാണത്. പിന്നെ ദൈവം ആരാ? ദൈവം അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ് ദൈവം. ദൈവത്തിൻ്റെ പ്രകാശം, ഇവിടെ ദൈവ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ നമുക്ക് ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു പ്രകാശം അനുഭവിക്കാൻ പറ്റും. ആ പ്രകാശത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ പിന്നെ കർത്താവ് നേരിട്ട് ആണിയടിക്കപ്പെട്ട കൈകളൊക്കെ കാണിക്കും കേട്ടോ. എൻ്റെ കൈകളിലേക്ക് നോക്കിക്കാതെ ഇപ്പം കാണിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത്, ആ വെളിച്ചത്തെ നോക്കിക്കൊണ്ട്, ലൈറ്റിൽ നോക്കുന്നവരല്ലേ പറഞ്ഞു, ആത്മാവ് തുറക്കപ്പെടുമ്പോൾ നമുക്കൊരു പ്രകാശം ഉണ്ടാകും. ആ പ്രകാശം വരുമ്പോൾ അത് ചോദിച്ചോ, അപ്പോൾ അവ സംസാരിക്കാൻ തുടങ്ങും. ആ പ്രകാശം വരണമെങ്കിൽ എത്ര നേരം സ്തുതിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഹല്ലേലൂയ. വേറെ ഒന്നിനുമല്ല, കടം മാറാനും വീട് വയ്ക്കാനും അതിനും ഇതിനും ഒന്നുമല്ല. അപ്പാ എനിക്ക് നിന്നെ വേണം, അപ്പാ എനിക്ക് നിന്നെ വേണം, എനിക്ക് നിന്നെ അറിയണമെന്ന് പറഞ്ഞുകൊണ്ട് നീ സ്തുതിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ ആ ദിവ്യ സാന്നിധ്യം ഇറങ്ങി നമുക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പോൾ കർത്താവ് സംസാരിക്കാൻ തുടങ്ങുക. കർത്താവ് നമ്മളോട് സംസാരിക്കാൻ തുടങ്ങുക. ഹല്ലേലൂയ. 100 വയസ്സുള്ളവനായി ദൈവം അബ്രഹാമിന് ഒരു മകനെ കൊടുക്കുമെന്ന് വാഗ്ദത്തം ചെയ്തു. പറഞ്ഞതുപോലെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പറയുന്നത് പോലെ ദൈവം തരണോ, അതോ ദൈവം പറയുന്നത് പോലെ നിങ്ങൾ വിശ്വസിക്കണോ? ദൈവത്തിന്റെ പ്ലാൻ നിങ്ങൾക്ക് നടക്കണം, നിങ്ങളുടെ പ്ലാൻ ദൈവം ചെയ്തു തരണോ? അവിടെ എന്ത് വേണം? ദൈവത്തിന്റെ പ്ലാൻ എന്ത് വേണം? അപ്പോൾ അങ്ങനെയുള്ള ദൈവദാസന്മാരാണ് ബൈബിളിലെ പാട്ടുപാടി ഒക്കെ ആരാധിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തെ സേവിച്ചിട്ടുള്ളൂ. എന്നെ അങ്ങനെ
എൻ്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാ, എൻ്റെ പ്രാണനെ ഞാൻ യാഗമാക്കുന്നു. എന്നെ തകർത്തിടാൻ താതനിഷ്ടമെങ്കിൽ തൻഹിതമെന്നിൽ സമ്പൂർണമാകട്ടെ. ഒന്ന് പറഞ്ഞു നോക്കിക്കേ, ആ ദിവ്യ സാന്നിധ്യം. അവൻ തകർക്കുന്നവനല്ല. ചിലപ്പം തകർത്തെന്ന് തോന്നും, നമുക്ക് തോന്നും ഞാൻ തകർന്നല്ലോ എന്ന്. ഇല്ല, അവന്റെ കൈകളിലാണ്. അഗസ്റ്റീനോസിന്റെ ആ ചരിത്രം വായിച്ചാൽ മതി. കർത്താവ്, ഇവിടെ നീ എന്റെ കൂടെ ഇല്ലായിരുന്നല്ലോ. ശരിയാണ്, നിനക്ക് തോന്നിയില്ലേ? അവിടെ 2 കാൽപാദങ്ങളേ ഉണ്ട്. അവിടെ നിനക്ക് നടക്കാൻ വയ്യായിരുന്നു. ഞാനാണ് നിന്നെ ചുമന്നുകൊണ്ട് നടന്നത്. ഹല്ലേലൂയ. എന്നെ തകർത്തിയിടാൻ താതനിഷ്ടമെങ്കിൽ തൻഹിതമെന്നിൽ സമ്പൂർണമാകട്ടെ. ഇതിനെയാണ് ബൈബിൾ വിശ്വാസം, ആശ്രയം, രക്ഷയ്ക്കായിട്ടുള്ള വിശ്വാസം എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവരുടെ ഭൂമിയിലെ 80-90 വർഷത്തിൽ മുട്ടൻ ഗീവർഗീസ് അച്ചായന്റെ ചരിത്രം, ഹല്ലേലൂയ, ഞാനത് ചെറുതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അച്ചായനെ ഭൂമിയിൽ ഒന്നും അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചില്ല. പക്ഷെ അദ്ദേഹം ഇഷ്ടം പോലെ ഭൂമിയിലുള്ള നന്മ അനുഭവിച്ചു. ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. നീ ആഗ്രഹിക്കുന്നതല്ല, ദൈവത്തിന്റെ ഹൃദയം നിനക്ക് മനസ്സിലാക്കാൻ കഴിയണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കുമ്പോൾ തെറ്റിദ്ധാരണ വരരുത്. ഞാൻ 3 കാര്യമാണ് പറഞ്ഞത്. 1, അറിവ്, നിങ്ങളുടെ ബുദ്ധിമണ്ഡലമുണ്ട്. 2, നിങ്ങൾക്കൊരു യുക്തിയുണ്ട്, നിങ്ങൾക്കൊരു ബോധ്യമുണ്ട്, ഒരു അംഗീകരണമുണ്ട്. അല്ലെങ്കിൽ അത് വികാരത്തിൽ നിന്നാണ്. 4, നിങ്ങളുടെ ഇച്ഛാശക്തിയിൽ നിന്നും ദൈവാത്മാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്നു, എന്നെ കൊല്ലാനും. യോബ് എവിടെയെങ്കിലും ഒരു പോസിറ്റീവ് തിങ്കിങ്ങിന്റെ വാക്ക് പറഞ്ഞിട്ടുണ്ടോ? യോബ്. ദാവീദ് എവിടെയെങ്കിലും ഒരു പോസിറ്റീവ് തിങ്കിങ് പറഞ്ഞിട്ടുണ്ടോ? ദാവീദ് പറഞ്ഞതൊക്കെ കേട്ടത് ഞെട്ടിപ്പും. ദാവീദ് പറഞ്ഞത്, ഞാൻ അവൻ്റെ കയ്യാൽ മരിക്കയേ ഉള്ളൂ, ഞാൻ അവൻ്റെ കയ്യാൽ നശിക്കയേ ഉള്ളൂ എന്ന് പറഞ്ഞ് ശൗലിന്റെ മുമ്പിൽ ഓടുന്ന ദാവീദ്. പക്ഷേ ശൗല് നശിച്ചു, ദാവീദ് ശൗലിന്റെ കസേരയിൽ ദൈവം കയറ്റിയിരുത്തി. അവന്റെ വാക്കല്ല, ദൈവത്തിന്റെ സ്വപ്നമാണ് നടന്നത്. അവൻ ദൈവത്തിന് സമർപ്പിച്ചു. നിരാശയുടെ വാക്ക് പറയാനല്ലേ പറഞ്ഞത്. ദൈവ ഇഷ്ടം എന്താണോ അതെന്റെ ജീവിതത്തിൽ നടക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ മനസ്സിൽ എവിടെയെങ്കിലും ആരെങ്കിലും കുത്തിവെച്ചിരിക്കുന്ന വിഷം, പോസിറ്റീവ് തിങ്കിങ് കൊണ്ട്, പോസിറ്റീവ് ടോക്കിങ് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും നടക്കുമെന്ന് ചിന്തിക്കുന്നെങ്കിൽ വചനം പറയുന്നു, ദൈവം പദ്ധതി ചെയ്തത് മാത്രമേ നിന്റെ ജീവിതത്തിൽ നടക്കത്തുള്ളൂ. ഒരു ഉയർച്ചയും ഒരു താഴ്ചയും ദൈവം അനുവദിക്കാതെ ആരുടെയും ജീവിതത്തിൽ നടന്നിട്ടില്ല. ഇവിടെ ഒരു പ്രധാനമന്ത്രി വരണമെങ്കിൽ, ഇവിടെ ആലപ്പുഴ ജില്ലയ്ക്ക് ഒരു കലക്ടർ വരണമെങ്കിൽ അത് ദൈവത്തിന്റെ തീരുമാനമാണ്. നിന്റെ നേരെ ഒരാൾ വിരൽ ചൂണ്ടണമെങ്കിൽ അത് ദൈവത്തിന്റെ തീരുമാനമാണ്. ദൈവം അനുവദിച്ചു, എല്ലാം ദൈവം ചെയ്തു എന്ന് പറയരുത്, ദൈവം അനുവദിച്ചിട്ടാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തട്ടെ. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായിട്ട് കണക്കിട്ടു. ആ വാക്യം വായിച്ച് ഞാൻ നിർത്തുകയാണ്. എൻ്റെ 22ാമത്തെ വാക്യം. അതുകൊണ്ട് അതവന് നീതിയായി കണക്കിട്ടു. അവനെ കണക്കിട്ടു എന്നിരിക്കുന്നത് അവനെ വിചാരിച്ചു മാത്രമല്ല, നമ്മെ വിചാരിച്ചും കൂടെ ആകുന്നു. ശ്രദ്ധിക്കണം ഈ വാക്യം. നമ്മുടെ അതിക്രമ നിമിത്തം മരണത്തിലേൽപ്പിച്ചു, നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുവരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനെ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകയാൽ തന്നെ നമുക്കും കൂടെ ദൈവത്തിന് തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം.